ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിലെ കേന്ദ്ര കഥാപാത്രമാണ് ആയത്തുള്ള അലി ഖൊമൈനി, ഇറാന്റെ പരമോന്നത നേതാവ്. ഖൊമൈനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഖൊമൈനി അമേരിക്കയുടെ കൺവെട്ടത്തുണ്ടെന്നും കീഴടങ്ങുന്നതാണ് നല്ലതെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. ഇറാന് മുകളിലുള്ള ആകാശത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നുമായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും ഒരേ സ്വരത്തിൽ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖൊമൈനിയെ. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നെടുന്തൂണായ ഖൊമൈനിയെ വകവരുത്തി ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതിലുപരി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് നിലവിൽ ഇറാൻ. അവിടെ ഭരണമാറ്റം വരുത്തി തങ്ങളുടെ ആശ്രിതരായ ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ സ്വപ്നം. അതിനിടയിൽ അവർക്കുള്ള പ്രധാന തടസ്സം ഖൊമൈനിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇറാനെ നിയന്ത്രിക്കുന്ന നേതാവാണ് ആയത്തുള്ള അലി ഖൊമൈനി. ഇസ്ലാമിക വിപ്ലവകാരിയിൽ നിന്നും പരമോന്നത നേതാവിലേക്കുള്ള ഖൊമൈനിയുടെ ജീവിതം ഇങ്ങനെയാണ്. കിഴക്കൻ ഇറാനിലെ ഒരു തീർത്ഥാടന നഗരമാണ് മഷാദ്. അവിടെ ഒരു വിശ്വാസ കുടുംബത്തിൽ 1939 ഖൊമൈനി ജനിക്കുന്നത്. ഇറാനിൽ ആരംഭിച്ച ഷാ വിരുദ്ധ ഇസ്ലാമിക വിപ്ലവത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ഖൊമൈനി പങ്കെടുത്തു തുടങ്ങി. 1962 തന്റെ 23ാമത്തെ വയസ്സിൽ പലസ്തീനെ പിന്തുണച്ചതിന് ആദ്യമായി ഖൊമൈനി അറസ്റ്റിലായി. ഇറാനിലെ അവസാനത്തെ ഷാ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റസ പഹ്ലാവിയുടെ കാലത്ത് ഖൊമൈനി പലതവണ അറസ്റ്റിലായിട്ടുണ്ട്. അമേരിക്കൻ പിന്തുണയോടെ ലഭിച്ചിരുന്ന ഏകാധിപതിയായ ഷാ 3 വർഷത്തേക്ക് ഖൊമൈനിയെ നാടുകടത്തുകയും ചെയ്തു. ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുകയും ചെയ്ത ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ അടുത്ത അനുയായിയായിരുന്നു ഖൊമൈനി. പ്രതിപക്ഷ നിരയിൽ വളരെ വേഗം തന്നെ ഖൊമൈനി വളർന്നു. ഷായെ വീഴ്ത്തി ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിതമായതോടെ ഖൊമൈനി അതിലെ പ്രധാനിയായി. 1980കളിൽ ഇറാന്റെ പ്രസിഡന്റ് പദത്തിലും ഖൊമൈനി ഉണ്ടായിരുന്നു. 1989 ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി അന്തരിച്ചപ്പോഴേക്കും അടുത്ത ആയത്തുള്ള ബഹുമതി നേടാൻ പോകുന്നത് ആരാണെന്നത് തീർച്ചയാക്കപ്പെട്ടിരുന്നു. ഷിയ ഇസ്ലാമിൽ, പ്രത്യേകിച്ച് ഇറാനിൽ ഉന്നത പദവിയിലുള്ള ഒരു മത നേതാവിന് നൽകുന്ന ഒരു സ്ഥാനപ്പേരാണ് ആയത്തുള്ള. ദൈവത്തിന്റെ അടയാളം, ദൈവത്തിന്റെ പ്രതിഫലനം എന്നൊക്കെയാണ് ആ പദത്തിന് അർത്ഥം. ഇസ്ലാമിക നിയമത്തിലും ദൈവശാസ്ത്രത്തിലും വിപുലമായ അറിവുള്ള ഒരു പുരോഹിതനെയാണ് ആയത്തുള്ളയായി കണക്കാക്കുന്നത്. അങ്ങനെ ആയത്തുള്ള അലി ഖൊമൈനി ഇറാന്റെ പരമോന്നത നേതാവായി. അതോടെ ഇറാന്റെ പരമാധികാരവും ഖൊമൈനിയുടെ കൈകളിലായി. വിയോജിപ്പുകളെ അടിച്ചമർത്തി രാജ്യത്തിന്റെ രാഷ്ട്രീയ, സൈനിക, സുരക്ഷാ സംവിധാനങ്ങളുടെ നിയന്ത്രിതാവ്. ഇറാനുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാൻ അധികാരമുള്ളയാളായി ഖൊമൈനി മാറി. പരിമിതികളില്ലാത്ത അധികാരം, ഭരണകൂടത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും മുകളിലുള്ളയാൾ, ജുഡീഷ്യറി, സ്റ്റേറ്റ് മീഡിയ, പ്രധാന സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ തലവന്മാരെ നിയമിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആർക്കൊക്കെ മത്സരിക്കാമെന്ന് തീരുമാനിക്കുന്നത് പോലും ഖൊമൈനിയാണ്. ഇറാനിലെ ഇസ്ലാമിക ഭരണ വ്യവസ്ഥയുടെ കാവൽക്കാരായി അറിയപ്പെടുന്നതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസ്. തലവനെയും ഖൊമൈനിയാണ് നിയമിക്കുന്നത്. കൂടാതെ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഇറാന്റെ വിദേശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖുബ്സ് ഫോഴ്സിന്റെ മേൽനോട്ടവും ഖൊമൈനിയാണ് വഹിക്കുന്നത്. അതായത് എല്ലാ അർത്ഥത്തിലും ഇറാന്റെ സർവാധികാരി. ഇറാന്റെ ആണവ പദ്ധതികളുടെ ചുക്കാനും ഖൊമൈനിയുടെ കൈകളിലേക്ക് എത്തുമെന്നതാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഖൊമൈനിയെ തർക്കമില്ലാത്ത ശത്രുവായി പ്രഖ്യാപിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ പുലർത്തുന്ന കടുത്ത വിദേശ നയത്തിന് പിന്നിൽ ഖൊമൈനിയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ, ഇസ്രായേൽ, സൗദി സ്വാധീനത്തിന് വഴങ്ങാതെ ഇറാൻ നിലകൊള്ളുന്നതിന് കാരണവും ഇതുതന്നെയാണ്. ലെബനൻ മുതൽ യമൻ വരെ വ്യാപിച്ചു കിടക്കുന്ന നിഴൽ സേനകളുടെ ഒരു ശൃംഖലയെ പരിശീലിപ്പിക്കുകയും അവർക്ക് ആയുധങ്ങളും സഹായവും നൽകി ശക്തിപ്പെടുത്തുകയും ചെയ്ത് ഖൊമൈനി വിജയിപ്പിച്ചത് യുദ്ധതന്ത്രമായിരുന്നു. ഇറാനിയൻ മണ്ണിൽ ഒരു യുദ്ധത്തിന് പ്രകോപനം സൃഷ്ടിക്കാതെ തന്നെ ടെഹ്റാന് അതിന്റെ ശക്തി പ്രകടിപ്പിക്കാനും എതിരാളികളെ നേരിടാനും അവരുടെ സഖ്യകക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് സാധിച്ചു.
എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയായിരുന്നു അത്തരമൊരു പ്രതിരോധത്തിന് ഇറാന് സാധിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഇറാന്റെ മണ്ണിൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ തുടങ്ങിവെച്ച യുദ്ധം. അവർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും യുദ്ധം ആരംഭിച്ചു. റവല്യൂഷണറി ഗാർഡ്സിലെ ഉന്നതന്മാരെയും ഉയർന്ന ആണവ ശാസ്ത്രജ്ഞന്മാരെയും വകവരുത്തി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരവധി തവണ ബോംബിട്ടു. ഇറാന്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം തങ്ങളുടെ ആണവ പദ്ധതികൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ്. ആണവ ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന ആരോപണം അവർ നിഷേധിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആണവായുധങ്ങൾ നിരോധിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് 2003 ആയത്തുള്ള ഖൊമേനി ഒരു മത വിധി അഥവാ ഫത്വ പുറപ്പെടുവിച്ചിരുന്നുവെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ളവരുടെ ഭയം അങ്ങനെയൊരു ആണവായുധം എപ്പോൾ വേണമെങ്കിലും ഇറാന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഇറാൻ ഏറ്റവും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നതും ഖൊമേനിക്കാണ്. ആയത്തുള്ള ഖൊമേനിയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായാണ് നടക്കുന്നത്. അദ്ദേഹം എവിടെയാണെന്ന് വളരെ അപൂർവമായി മാത്രമേ വെളിപ്പെടുത്താറുള്ളൂ. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു എലൈറ്റ് റവല്യൂഷണറി ഗാർഡ്സ് യൂണിറ്റാണ് ഖൊമേനിയുടെ സ്വകാര്യ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങുകയും ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഖൊമേനി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുന്നതാണ് പുതിയ വിവരം. സൈന്യത്തിന് ബന്ധം പുലർത്താൻ കഴിയുന്നിടമാണിതെന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ നേതാവും ഇറാന്റെ ദീർഘകാല സഖ്യകക്ഷിയുമായി കാണുന്ന ഹസൻ നസ്രല്ലയുടെ കൊലപാതകം നടന്നതിന് പിറ്റേ ദിവസം തന്നെ ആയത്തുള്ള ഖൊമേനിയെ ഇതുപോലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇറാന്റെ പല ഉന്നതരെയും വധിക്കുകയും ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഖൊമേനിക്കെതിരെ എന്തെങ്കിലും നീക്കം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ആ പ്രത്യാഘാതങ്ങൾ വ്യാപിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.